ഈ താലി കെട്ടുക പറയും നമ്മൾ താലി കെട്ടുക കല്യാണത്തിന് അതെങ്ങനെ വന്നു? പണ്ട് ഗോത്രവർഗത്തില് ഈ പഴയ കാലത്ത് നമ്മളെ ഈ അരിമാര് ആ പഴയ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത കാലത്ത് ആ സമൂഹത്തിലെ ഒരു പയ്യന് ഒരു ചെറുപ്പത്തിൽ തന്നെ 2 പേർക്ക് കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചോദിച്ചാൽ അവര് രണ്ടാളുടെ പേര് ഒരു ഓലയിൽ എഴുതിയിട്ട് കഴുത്തിൽ കെട്ടിക്കൊടുക്കുക. അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് പിന്നെ ഈ താലി എന്ന് പറയാൻ കാരണം സാലം എന്നുള്ളതെന്ന് തോന്നുക. സാലം എന്ന് പറഞ്ഞാൽ പന, സാലം എന്ന് പറഞ്ഞാൽ പനയാണ്. അതിൻ്റെ ഓല, ആ ഓലയിലായിരുന്നു പണ്ടൊക്കെ ചെയ്തിരുന്നത്. അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് പിന്നെ അത് തകിടിലാക്കി, സ്വർണ്ണ തകിടാക്കി, ഇങ്ങനെ ഇപ്പോൾ കാണുന്ന ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ താലി എന്ന് വരാൻ കാരണം ഈ സാലം എന്നുള്ളതിന്റെ അങ്ങനെ ഒന്നാണ് താലി. പണ്ട് മന്ത്രങ്ങളൊക്കെ എഴുതിയിട്ട് കഴുത്തിലൊക്കെ കെട്ടി പിന്നെ അത് കുളിക്കുമ്പോ അങ്ങനെ മാറി ഡയറക്റ്റാണ് പിന്നെ സ്വർണത്തിന്റെ താലിയുള്ളത്. ആ പേര് ഇങ്ങനെ വരാൻ കാരണം എന്താണ്? സാലം എന്ന് പറഞ്ഞാൽ പന, അതിന്റെ ഓല, അതിലാണ് സംസ്കൃതത്തിൽ സാലം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ സപ്തസാലങ്ങളെ ആശ്രയിച്ചു എന്നൊക്കെ പറയുന്നത് 7 പനകളെ. അപ്പൊ അത് ആ സാലം എന്ന് പറഞ്ഞാൽ പന എന്നുള്ളത്. ആ 7 മരത്തിനെ ഒരേ ഇതിൽ അമ്പുകൊണ്ട് പൊളിച്ചാൽ മാത്രമേ ബാലിനെ കൊല്ലാൻ പറ്റുള്ളൂ സുഗ്രീവൻ പറയണം. അതെ, ആ സപ്തസാലങ്ങൾ എന്ന് പറയുന്നത്. ആ സാലം എന്ന് പറഞ്ഞാൽ പന, ആ പനയുടെ ഓല, അതിലാണ് ഇത്. അങ്ങനെയാണ് ഈ താലി എന്നുള്ള ഒരു സങ്കല്പമാണ്. ഈ 7 മരങ്ങളും 7 വേറെ എന്തോ അതിലൂടെ ഇതുണ്ട്. അതായത് 2 പരീക്ഷണങ്ങളാ. ഒന്ന് ഈ സപ്തസാരങ്ങള് അതിങ്ങനെ ഇങ്ങനെ വളർന്നിട്ടാണ് നിൽക്കുന്നത്, ഒരു പാമ്പിന്റെ രൂപത്തിലാണ്. പക്ഷെ അത് അസ്ത്രം വെച്ച് കഴിഞ്ഞാൽ സാധനം ഒന്നിച്ചാവും. അത് ഗണ്ഡിക്കണം, ഒറ്റ അസ്ത്രം കൊണ്ട് ഗണ്ഡിക്കണം. അത് രാമന് മാത്രമേ പറ്റുള്ളൂ. അദ്ദേഹം ഗണ്ഡിച്ചു. പിന്നെ ഈ ബാലി വന്നിട്ട് എന്നും കൈത്തരിപ്പ് മാറ്റിയായിരുന്നു ഈ പനമുള്ള അടിച്ചിട്ടാണ്. ആ ബാലിയുടെ അടി താങ്ങാനുള്ള ശേഷി പനക്കുണ്ടായിരുന്നു. അപ്പം അത് മുറിച്ചാൽ ഇയാളെ സമ്മതിച്ചു. പിന്നെ വേറെ സംഭവം, അവിടെ ഒരു ദുന്ദുബി എന്ന് പറഞ്ഞൊരു രാക്ഷസൻ, ആ രാക്ഷസന്റെ തല അവിടെ കിടക്കുന്നുണ്ട്. അത് കാലോണ്ട് തട്ടി തരും. അത് എടുത്തു പൊക്കാൻ പറ്റുക. മൂപ്പര് ഈ തള്ളകൊണ്ട് തോണ്ടിയിട്ടപ്പോൾ പഠിച്ചു പോയത്. അങ്ങനെ ഉണ്ട്. സാലഭഞ്ജിക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ പനയുടെ മുകളിൽ പണ്ട് ഈ സാലഭഞ്ജി ചാരറിയോ? ശരിക്കും പറഞ്ഞാൽ യക്ഷിയാണ്. പനയുടെ മുകളിൽ അവർ താമസം യക്ഷികൾ. അപ്പൊ അവർ സുന്ദരിയായിട്ട് ആ ഒരു പൊട്ട് കൊടുന്നൊരിതുണ്ട്. അതാണ് സാലഭഞ്ജിയുടെ ചിത്രം. ഒരു സുന്ദരിയായിട്ട് ഇങ്ങനെ പൊട്ട് കൊടുന്ന ഒരു കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ പൊട്ട് കൊടുന്ന ഒരു ചിത്രം. അതിനൊരു പേരുണ്ടല്ലോ, അതാണ് സാലഭഞ്ജിക എന്ന് പറയുന്നത്. ദർപ്പണസുന്ദരി. അത് പിന്നെ അതെ, അതിന്റെ പേരാണ് സാലഭഞ്ജിക. അത് ഈ സാലം ഇതിനെ പനയുടെ മുകളിൽ അവർ താമസം, യക്ഷികള് പനയുടെ മുകളിലാണ്. അപ്പൊ അവര് അതിനെ കുറിച്ചുള്ളതാണ്. നമ്മുടെ മലയാളത്തിൽ ഒരു പാട്ടിലുണ്ടാകും, ചക്രവർത്തിനി ഞാനൊരു പേരുണ്ട്, ശരിക്കും സാലഭഞ്ജിക എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഉദ്ദേശിക്കണം. പിന്നെ അതിപ്പോ ആ പേര് വല്ലവർക്കും ഇങ്ങനെ സുന്ദരിയായവർക്കൊക്കെ ഏറ്റവും ആയിപ്പോ ആയി എന്ന് പറഞ്ഞു. കർണാടകത്തിൽ പോയാല് ആ പേരൂര് ഹാളിപേട്ട് അവിടെയൊക്കെ പോയാൽ നമ്മുടെ കിഴക്കേ ഗോപുരത്തില്, നമ്മുടെ കിഴക്കേ നമ്മുടെ കൊടിമരത്തിന്റെ അവിടെ ഒരു മുഖപ്പുണ്ട്. ഗുരുവായൂരമ്പലത്തിന് മുഖപ്പിൽ ആന കേശവന്റെ കൊമ്പ് വെച്ചിട്ടുള്ള മുഖപ്പില്ല, അതിലൊരു ഒരു വിഗ്രഹം ഉണ്ട്. നാരായണ ഇളവഴി നാരായണത്തെ ഉണ്ടാക്കിയതാണ് സാലഭഞ്ജിക. നാലമ്പലത്തിലേക്ക് കിടക്കുന്നത്. കടക്കണതിന്റെ മുകളിൽ ഒരു ചിത്രമുണ്ട്. ഒരു ചിത്രമല്ല, ഒരു ദാരുശില്പം. അത് സാലഭഞ്ജിക.